പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പകൽ കൂടി കാണുവാൻ ദൈവം കൃപ നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. നമ്മൾ ചില ദിവസങ്ങളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അകത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി ഇന്നലെ വായിച്ച വചനത്തിൽ നിന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ് കാണാൻ കഴിയുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇവിടെ രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഏറ്റു പറയുന്നവൻ, രണ്ട് ഇഷ്ടം ചെയ്യുന്ന വ്യക്തി. ഈ രണ്ട് വ്യക്തികളെ കാണാൻ കഴിയും. ഒന്ന് പറയുക എന്ന വ്യക്തിയെ കാണാൻ കഴിയും, രണ്ട് പ്രവർത്തിക്കുക എന്ന വ്യക്തിയെ കാണുവാൻ കഴിയും. സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പറയുന്നവനെയല്ല, മറിച്ച് പ്രവർത്തിക്കുന്നവനെയാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാലുള്ള വിളിയും തിരഞ്ഞെടുപ്പും അത് പറയുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും, അത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തെ അല്ല ഇവിടെ കാണിക്കുന്നത്, മറിച്ച് ദൈവവും മനുഷ്യരും തമ്മിലുള്ളൊരു വ്യത്യസ്ത ബന്ധങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ അയാൾ അപ്രകാരം പറഞ്ഞിരിക്കുന്ന എന്ന കാരണത്താൽ പ്രത്യേക അവകാശവാദം ഉന്നയിക്കുന്നവനാണ് എന്നർത്ഥം. ഇത് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവനാണ് വിനയതനായി അനുസരിക്കുന്ന ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ മനുഷ്യൻ തൻ്റെ പ്രമാണ അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പേരിൽ സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, രണ്ടാമത്തവൻ അനുസരണം വഴി ദൈവകൃപയിൽ തൻ്റെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുന്നു എന്ന് നമുക്കിവിടെ ദർശിപ്പാൻ കഴിയും. ഇവിടെ പറയുന്നവൻ സ്വയം നീതീകരണക്കാരനും ചെയ്യുന്നവൻ കൃപയുടെ അടയാളവുമായി വെളിപ്പെടുകയാണ്. കൃപയോടുള്ള അയാളുടെ ഏക പ്രതികരണം വിനയം നിറഞ്ഞ അനുസരണവും സേവനം മാത്രമേ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ളൂ. എന്നാൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധാത്മാവിൽ കൂടെ അല്ലാതെ സ്വയം യേശുവിലേക്ക് വിളിക്കപ്പെട്ടു എന്ന് ധരിക്കുന്നവനാണ്. അതല്ല എങ്കിൽ യേശുവിൻ്റെ വിളിയെ വ്യക്തിപരമായി തനിക്ക് ലഭിച്ച ഒരു പദവി, അതൊരു പദവിയായി മാത്രം കണക്കാക്കിക്കൊണ്ട് മനസ്സിലാക്കി ഓടുന്ന വ്യക്തിയായി മാറുന്നു എന്ന് നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനാകട്ടെ വിളിക്കപ്പെട്ടവനും കൃപയും നിറഞ്ഞവനാണ്. അയാൾ അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നു. അത് ഒരവകാശവാദം എന്ന നിലയിലല്ല, മറിച്ച് തൻ്റെ വിളിയെ മനസ്സിലാക്കി ആണ് താൻ അത് പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ദൈവിക ന്യായവിധിയുടെയും കൃപയുടെയും പ്രവർത്തനമായിട്ട് താൻ അനുസരിക്കേണ്ടത് ദൈവഹിതമായിട്ട് അയാൾ അതിനെ കാണുകയും അനുസരിക്കുന്നവന് യേശുവിൻ്റെ കൃപ അവകാശമായി തീരുകയും ചെയ്യുന്നു എന്ന് ഈ വാക്യത്തിൻ്റെ അകത്ത് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അനുസരണം യഥാർത്ഥ വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ലക്ഷണമാകുന്നു. നമ്മെ വിളിക്കുന്ന ദൈവകൃപയെ അത് ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നിവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ആദരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നവനല്ല, മറിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് സ്വർഗീയ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനെയാണ് ദൈവം ഏറെ പ്രിയപ്പെടുകയും ഇഷ്ടപ്പെടുകയും അവനെ ദൈവത്തിൻ്റെ പന്തിയിൽ ഇരുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ കൂടി നമുക്ക് അറിയുവാൻ കഴിയും. ഈ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന വ്യക്തി അത് സ്വയം നീതീകരണക്കാരനാണെന്ന് മുമ്പേ ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം സ്വയം നീതീകരണൻ മാത്രമല്ല, അദ്ദേഹം സ്വയത്തെ സ്നേഹിക്കുന്നവനാണ്. സ്വയം നിർമ്മിതമായ സ്നേഹം, സ്വയത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുക, ഈ നിലകളിൽ അവൻ കടന്നു പോകുമ്പോൾ യഥാർത്ഥമായി ദൈവവചനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിൽ എത്തിയില്ല എന്ന് ഇവിടെ ശിഷ്യന്മാരോട് എൻ്റെ യേശു പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നമ്മുടെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് കൊണ്ട് അത് പൂർണ്ണത എത്തുകയില്ല, മറിച്ച്
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെതായ ജീവിതം, ക്രിസ്തീയ ജീവിതം നമ്മളിൽ പൂർണ്ണമാകുകയുള്ളൂ എന്ന് കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, യഹൂദന്മാരെ പോലെ നിങ്ങൾ വാക്കുകൊണ്ട് എന്നെ ബഹുമാനിക്കാൻ നിൽക്കരുത്, മറിച്ച് നിങ്ങൾ പ്രവൃത്തി കൊണ്ട് എന്നെ ബഹുമാനിക്കുക. നിങ്ങളുടെ അനുസരണം കൊണ്ടും വിനയം കൊണ്ടും എന്നെ ബഹുമാനിക്കാനാണ് ശിഷ്യന്മാരോട് എൻ്റെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് പകലിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ദൈവത്തെ ബഹുമാനിക്കേണ്ടത്, അല്ലാതെ വാക്കുകൊണ്ടല്ല. വാക്കുകൊണ്ട് ധാരാളം പേർ ദൈവത്തെ ബഹുമാനിക്കുന്നവരുണ്ട്, എന്നാൽ അതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല എന്നും പ്രവൃത്തി കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഇഷ്ടപ്പെടുകയും അനുസരണവും ദൈവകൽപ്പന ലംഘിക്കാതെ ദൈവസന്നിധിയിൽ അത് നിവർത്തീകരിക്കുകയും ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് എന്ന് യേശു സ്പഷ്ടമായിട്ട് ഇവിടെ വിളിച്ചു പറയുകയാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിക്കട്ടെ. കുഞ്ഞെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആയിക്കോട്ടെ, ഒറ്റപ്പെടേണ്ട ആയിരിക്കാം, പക്ഷേ അതിൻ്റെ നടുവിലൊക്കെ നിങ്ങൾ ദൈവജനത്തെ മറന്നു പോകരുത്. കർത്താവെ എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള വഴികൾ നടക്കാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. ഇവിടെ ഒരു വലിയൊരു വേർതിരിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിളിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും ഇതൊരു വേർതിരിവാണ്. വിളിക്കുന്നവനെ അല്ല, പ്രവർത്തിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് വ്യക്തതയോടെ രേഖപ്പെടുത്തി വേകുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.